ഹലോ, ഞാൻ ലിബിൻഡി. അപ്പൊ ഞാനിന്ന് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന പടം കണ്ട് ഇന്നിപ്പോ നൈറ്റ് കണ്ടു. പടം കാലത്ത് തുടങ്ങിയ റിവ്യൂ വന്നത് പടം പൊട്ടി, അങ്ങനെയൊക്കെയാണ് റിവ്യൂ തന്നെ. പടം കൊള്ളില്ല, 5 പൈസക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പടം വന്നത്. പക്ഷെ പടം കണ്ടിട്ട് എനിക്ക് ഒരു അങ്ങനെ പറഞ്ഞ ഒരു വൻ ഹിറ്റായ ഒരു പടം അങ്ങനെയൊന്നും എനിക്ക് തോന്നല്ല. എന്നാലും എനിക്കൊരു ആവറേജ് പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് ആ പടത്തിന്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതായത് കഥ എന്ന് പറഞ്ഞാൽ 400 കൊല്ലം ഒരു നിധിയാകുന്ന ഒരു ഭൂതത്തിന്റെ കഥയാണ് ബറോസ് പറയുന്നത്. 400 കൊല്ലത്തിന് ശേഷം അനന്തരാവകാശികൾക്ക് കൈമാറുന്ന ആ ഒരു സംഭവം. കഥ അതായത് കഥ പറയുമ്പോ അതിന് കുറച്ച് ലാഗും കാര്യങ്ങളുണ്ടല്ലേ, കുറച്ചല്ല നല്ല രീതിയിൽ ലാഗ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാഗ് ശരിക്കും തോന്നി. പക്ഷെ എന്തോ എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. അത് എടുത്തു വെക്കാനുള്ള രീതി, പിന്നെ 3D എഫക്ട് പടത്തിൽ നല്ല രീതിയിലുണ്ട്. പിന്നെ ഈ മോഹൻലാൽ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഈ പടം പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. കാരണം പിള്ളേർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഫാന്റസി കഥകൾ എല്ലാവർക്കും പൊതുവെ പിള്ളേർക്കാണ് ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമല്ല, ഇതിലൊരു പാട്ട് കാര്യങ്ങളുണ്ട്. അത് ഫുൾ ആനിമേഷൻ പോലെ കാട്ടുന്ന ഒരു പാട്ടാണ് ഇതിൽ കാട്ടിയത്. അതൊക്കെ കൊണ്ടായിരിക്കും പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. പിന്നെ 3D എഫക്ട് വെച്ച് നോക്കുമ്പോൾ പടം കിട്ടില്ല തന്നെ. അതേപോലെ തന്നെ സൗണ്ട് BGM ചെയ്തത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ആദ്യ പിന്നെ ഇതില് പറയുകയാണെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ പോലെ പ്രണവ് മോഹൻലാലൊക്കെ ഉണ്ട്. ക്ലൈമാക്സില് ഒരു സീനില് കാട്ടുന്നുണ്ട് പ്രണവ് മോഹൻലാലിനെ. പിന്നെ ആന്റണി പെരുമ്പോര് അങ്ങനെ ആന്റണി പെരുമ്പോരൊക്കെ ഇപ്പൊ ഒരു നടനായിട്ട് മാറുന്നുണ്ട്. അതിപ്പോ പല സിനിമയിലും പുള്ളി മുഖം കാട്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതില് 2-3 ഡയലോഗുകളുടെ ഒരു വേഷമാണ് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് വാച്ചോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ വാച്ചബിൾ ആണെന്നോ ഞാൻ പറയില്ല. അല്ല, മസ്റ്റ് വാച്ച് ഞാൻ പറഞ്ഞില്ല, തിയേറ്റർ വാച്ചബിൾ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അങ്ങനെ വേണം പറയാൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സംവിധാനം ചെയ്തത് മോഹൻലാൽ. ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാല് പാളിപ്പോയി, സംവിധാനത്തിൽ പാളിപ്പോയി അങ്ങനെ വേണം പറയാൻ. കാരണം ഇതിലൊരു സീനുണ്ട്, അതായത് സ്പോയിലർ ആണെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാണ്. അതായത് ഇതില് ഭൂതത്തിനെ, അതായത് മോഹൻലാലിനെ എന്ന കഥാപാത്രം ഭൂതമായിട്ടല്ല, ഭൂതത്തിനെ ആർക്കും കാണാൻ പറ്റില്ല. കാരണം ആദ്യത്തെ പ്രാവശ്യം ആ കൊട്ടാരത്തിൽ നിന്ന് ഭൂതം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ വേറെ ആർക്കും കാണാൻ പറ്റില്ല മോഹൻലാലിനെ, അത് ഭൂതത്തിന് വേറെ ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ തിക്കും തിരക്കിന്റെ ഇടയിൽ പോകുമ്പോ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ മോഹൻലാലിനെ തട്ടാണ്ട് മാറിപ്പോണ രീതിയിൽ കാട്ടുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു അതെന്തോ ഒരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇൻവിസിബിൾ ആയ ഒരു മനുഷ്യൻ പോകുമ്പോ ആര് കാണാൻ. പക്ഷെ ഇതില് എല്ലാവരും മോഹൻലാലിന് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു രീതിയിലാണ് കാട്ടിക്കുന്നത്. അതൊരു സംവിധാനത്തിന്റെ ഒരു പാളിച്ചയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മോഹൻലാൽ ഇതിൽ രണ്ട് പാട്ടങ്ങൾ, 2 പാട്ടോളോ 1 പാട്ടാണോ പറഞ്ഞില്ല, എന്തായാലും ഒരു പാട്ടൊക്കെ മോഹൻലാൽ പാടിയിട്ടുണ്ട്. ആ പാട്ടിന്റെ കാര്യത്തിലും എനിക്ക് വലിയ ഇത് പറയാനില്ല. വരികൾ കൂട്ടിച്ചേർത്ത് ഒരു ഇതുണ്ടാക്കണ പോലെ എനിക്ക് തോന്നി. അതായത് വരികള് പറഞ്ഞ ട്യൂണാക്കി പറയണ പോലെ, അതായത് ഒരു ഇതായിട്ട് തോന്നി. ഒരു പാട്ട് കേട്ടതിന്റെ ഒരു ഫീല് എനിക്ക് ആ പാട്ടിൽ കിട്ടില്ല. എന്തോ വരികൾ പറയണു അത്ര തന്നെ, അങ്ങനെ എനിക്ക് തോന്നിയത്. എന്തായാലും പടം ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. കാലത്ത് പറഞ്ഞ അത്ര നെഗറ്റീവ് എനിക്ക് തോന്നിയിരുന്നില്ല പടം കണ്ടപ്പോ. മോഹൻലാലിന്റെ കാര്യത്തില് സംവിധാനത്തില് 10-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ. ആ നടൻ ആദ്യമായിട്ട് ഒരു പടം സംവിധാനം ചെയ്യുന്നു. മോഹൻലാലിന്റെ സേഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു ആക്ഷൻ അങ്ങനത്തെ ടൈപ്പാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ പിള്ളേർക്ക് കാണാൻ പാകത്തിലുള്ള പടം ഉണ്ടാക്കിയത് മനസ്സിലാവില്ല. പിന്നെ മാത്രമല്ല, ഈ പടം പിള്ളേർക്കല്ല പൊതുവേ മനസ്സിലാവണം. അതായത് കുറച്ച് എങ്ങനെ പറയാ, കുറച്ച് തലയും കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ആലോചിച്ച് എടുക്കാവുന്ന ഒരു ടൈപ്പ് ആൾക്കാർക്ക് പറ്റുന്ന ഒരു പടമാണ് ബറോസ്. പിന്നെ പടത്തില് ഓവറോള് പടം ഒരു വൺ ടൈം വാച്ചിങ് മൂവി, ആവറേജ് അങ്ങനെ വേണം പറയാം. ശരി.